ഇന്ന് നമ്മൾ മുട്ട വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു മാവ് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു മൈദക്ക് പകരം ഗോതമ്പ് പൊടി ചേർക്കണമെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാം. 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയാക്കിയിട്ട് അങ്ങനെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഈസ്റ്റാണ്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഈസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ പഞ്ചസാരയും ഈസ്റ്റും ഇട്ടിട്ട് പൊങ്ങാൻ വേണ്ടി വെക്കുക. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇളം ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ചേർത്തൊന്ന് കുഴച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഒലിവ് ഓയിലാണ് ഞാൻ ചേർത്തത്. നിങ്ങളുടെ അടുത്ത് ഏത് ഓയിലാണ് ഉള്ളത് ആ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു ഓയിൽ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മളിതിനെ കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ചപ്പാത്തി മാവിനേക്കാൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് നമുക്ക് കിട്ടാം. അപ്പോൾ ഞാനിവിടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുഴച്ചെടുത്ത മാവിൻ്റെ മുകളിൽ നന്നായിട്ട് ഓയിൽ തടവി കൊടുക്കാം. അപ്പം ഞാനിവിടെ മാവിൻ്റെ മുകളിൽ നന്നായിട്ട് ഓയിൽ തടവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ ആകുമ്പോഴത്തേക്കും നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ മാവ് പൊങ്ങി വരുമ്പോഴത്തേക്കും നമുക്കൊരു മസാല തയ്യാറാക്കാം. ആദ്യം ഒരു പാൻ വെച്ച് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സവാള ഒന്ന് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 സവാള എടുക്കാം. ഈ ഒരു സവാള നമുക്ക് ഓയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം സവാള വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 പച്ചമുളക് കൂടി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഈ ഒരു സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളൻ്റെ കളറ് ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളൻ്റെ കളറെല്ലാം നന്നായിട്ട് മാറി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും പൊടികളാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മസാലപ്പൊടികളെല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മുട്ട ചേർക്കേണ്ടതുണ്ട്. ഞാനിവിടെ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഈ ഒരു മുട്ട നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത മുട്ട ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഈ ഒരു മസാല മുട്ടയിൽ നന്നായിട്ട് പിടിക്കണം. അതുവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ടയും മസാലയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് പരത്തിയെടുക്കണം. ഒരു പൂരിൻ്റെ വലിപ്പത്തിലാണ് നമുക്കിത് പരത്തിയെടുക്കേണ്ടത്. നമുക്ക് ആദ്യം ഇതിനെ ഒരു ചപ്പാത്തി വലിപ്പത്തിൽ പരത്തിയെടുക്കാം. അതിനുശേഷം ഒരു ബൗൾ വെച്ച് ഇതിനെ ഒരു പൂരിയുടെ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് ചപ്പാത്തിയേക്കാൾ കുറച്ച് ഘനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഘനത്തിൽ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ വെച്ച് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മാവ് ഒരു പൂരിയുടെ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മസാല വെക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് വെച്ച് കൊടുക്കാം. നിർബന്ധമില്ല, നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാല വെച്ചതിന് ശേഷം ഈ ഒരു 2 സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ ഇതുപോലെ വിരൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈസ്റ്റെല്ലാം ചേർത്ത് കുഴച്ച മാവായതുകൊണ്ട് തന്നെ എണ്ണയിലിടുന്ന സമയത്ത് മാവ് ഒന്ന് പൊങ്ങി വരും. അപ്പോൾ മാവ് പൊങ്ങി വരുന്ന സമയത്ത് നമ്മുടെ മസാല പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മുഴുവനും ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം പാൻ വെച്ച് പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി തിളച്ചതിന് ശേഷം മാത്രം വേണം നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല തിളച്ച എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരും. പൊങ്ങി കളറെല്ലാം മാറി വരുന്ന സമയത്ത് നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. 1-2 ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. കാരണം ഇത് എണ്ണയിലിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങി വരുന്നത് കൊണ്ട് നമുക്കിത് തിരിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. 3-4 ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പം തിരിച്ചിടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് 1-2 ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല തിളച്ച എണ്ണയിലിടുമ്പം ഇത് പെട്ടെന്ന് തന്നെ പൊങ്ങി കളറെല്ലാം മാറി വരും. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.